നിയുക്ത പ്രസിഡന്റ് അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും ആദ്യത്തെ പബ്ലിക് പ്രസ് മീറ്റ് ഡിസംബർ 16-ാം തീയതി നടന്നു. ആ 16-ാം തീയതി നടന്ന പ്രസ് മീറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇമിഗ്രേഷൻ, അങ്ങനെ മറ്റ് കൺട്രികളിലുള്ള സ്ട്രാറ്റജീസ്, ഓൺ ഗോയിങ് വാർ, അങ്ങനെ ഒരുപാട് ടോപ്പിക്ക് ട്രംപ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായി കേട്ടോ. അതിൽ 1 മണിക്കൂറോളം പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പുള്ളി ഉത്തരം പറഞ്ഞു. അത് മാത്രമല്ല അമേരിക്കയുടെ ഒരു 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 കറണ്ട് സിറ്റുവേഷൻ ഒരു നട്ട്ഷെല്ലിൽ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. അപ്പം നമുക്ക് കൺസേൺഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബിസിനസ്സും ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളി എന്തൊക്കെയാണ് ആ പ്രസ് മീറ്റിൽ പറഞ്ഞതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം, ജപ്പാനീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടി ബില്യൺ ഡോളർ കോർപ്പറേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ബാങ്കിൻ്റെ $100 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വെച്ച് പ്രോമിസ് ചെയ്യപ്പെടുകയുണ്ടായി. സോഫ്റ്റ് ബാങ്കിൻ്റെ CEO മാസ എന്ന് പറയുന്ന മനുഷ്യൻ ലൈവായിട്ട് ആദ്യം പ്ലെഡ്ജ് ചെയ്തിരുന്ന 50 ബില്യൺ ആയിരുന്നു, അത് 100 ബില്യൺ ആക്കി ലൈവായിട്ട് അവിടെ വെച്ച് ഉയർത്തിയുണ്ടായി. അപ്പോൾ ട്രംപ് ജസ്റ്റ് തമാശയ്ക്കാണെങ്കിലും ചോദിക്കുകയുണ്ടായി, ഈ 100 ബില്യൺ എന്നുള്ളത് 200 ബില്യൺ ആക്കുകയാണെന്നുള്ളത്. സോ ട്രംപിൻ്റെ ഇൻറ്റൻഷൻസ് ക്ലിയർ ആണ്. പുള്ളി ബിസിനസ്സാണ് പുള്ളിയുടെ അൾട്ടിമേറ്റ് എയിം. അമേരിക്കയുടെ ദുർച്ചെലവുകളും ദൂർത്തുകളും കുറച്ച് മോസ്റ്റ്ലി ബിസിനസ് ഫ്രണ്ട്ലി ആക്കുക, ആൾക്കാർക്കുള്ള ടാക്സ് ബേർഡൻ കുറയ്ക്കുക, ഇല്ലീഗൽ ഇമിഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് ട്രംപിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള കാര്യങ്ങൾ. അപ്പം സോഫ്റ്റ് ബാങ്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ സ്മാൾ ബിസിനസ് ഒപ്റ്റിമിസം എന്ന് പറഞ്ഞു, അതായത് ഇപ്പോൾ ഒരു 41% ജമ്പ് ഉണ്ടായി. കറണ്ടിൽ ലാസ്റ്റ് 39 വർഷത്തെക്കാളും 41% ജമ്പാണ് സ്മാൾ ബിസിനസ് ഒപ്റ്റിമിസത്തിലുണ്ടായ ഒരു ജമ്പ്. പിന്നെ പുള്ളി പറയുന്നുണ്ട് എമേർജിങ് ടെക്നോളജീസ് ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതയുണ്ട്. ഓൾഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുമെന്ന് പുള്ളി പ്ലഡ്ജ് ചെയ്യുന്നു. ടാക്സ് കട്ട് ചെയ്യും. അതായത് ടാക്സ് കട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഫാമിലിക്കും വർക്കേഴ്സും ബിസിനസ്സിനും ടാക്സ് കട്ട് ഉണ്ടാവും. അതായത് US ജോബുകൾ കൊടുക്കുന്ന ബിസിനസ്സിന് ടാക്സ് ബേർഡൻ വളരെ കുറവായിരിക്കും. പെർമിറ്റ് $1 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് പെർമിറ്റുകളൊക്കെ ഫ്ലാഷിൽ കിട്ടും. അതായത് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചോദിക്കുന്ന അടുത്ത് എല്ലാ ഗവൺമെൻറ് റിലേറ്റഡ് സർവീസുകളും പെർമിറ്റുകൾ കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ വേസ്റ്റ് ഫ്രോഡ്, ഗവൺമെൻറ് സ്പെൻഡിങ്, ട്രില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ അനാവശ്യ ചെലവുകൾ. അമേരിക്കൻ സഹായം പല രാജ്യങ്ങൾക്ക് ലോകത്ത് കിട്ടുന്നുണ്ട്. യുദ്ധത്തിന് പൈസ കൊടുക്കുന്നുണ്ട്, ആയുധങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അമേരിക്കൻ ഗവൺമെൻറ് പൈസ ഇൻവെസ്റ്റ് ചെയ്യാത്ത, അനാവശ്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ വേസ്റ്റ് ചിലവുകളും കുറയ്ക്കുമെന്ന് പുള്ളി പറയുന്നു. നമുക്ക് വേണ്ട കാര്യങ്ങൾ, ബോർഡർ സെക്യൂരിറ്റി ആൻഡ് ഇമിഗ്രേഷൻ. വാൾ കൺസ്ട്രക്ഷൻ പുള്ളിയുടെ ഫസ്റ്റ് ടൈമിലെ ഒരു ഗംഭീര സംഗതിയായിരുന്നു. അതായത് മെക്സിക്കൻ ബോർഡറിൽ ഉണ്ടായ വാൾ, കോടിക്കണക്കിന് ഡോളറുകൾ ചിലവഴിച്ചുണ്ടാക്കിയ വാള്, അതിൽ മിച്ചം വന്ന റോ മെറ്റീരിയൽസ് ഇപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അത് വെറും സെൻസിന് തൂക്കി വിറ്റുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് റീപർച്ചേസ് ചെയ്യണമെങ്കിൽ ഇനിയും $100s of billions ട്രംപിന് ചിലവ് ചെയ്യേണ്ടി വരും. പക്ഷേ ട്രംപിൻ്റെ ഭരണത്തിലെ ഏറ്റവും മണ്ടൻ തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെക്സിക്കൻ ബോർഡറിൽ വാൾ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറയുന്നത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം അതുണ്ടായിട്ടും വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പോൾ ആ മതിൽ ചാടിക്കടന്നാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കുടിയേറ്റക്കാരെ വരുന്നത്. അപ്പോൾ ആ വാളിൻ്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. റെഗുലേറ്ററി ഇൻ്റർഫറൻസ് അല്ലാതെ, ഒരു കൺട്രി ആയിട്ടുള്ള പാക്റ്റിലുള്ള മാറ്റമല്ലാതെ കുടിയേറ്റം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ട്രംപിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. മെക്സിക്കോയിൽ നിന്നല്ല, സൗത്ത് അമേരിക്കൻ കൺട്രീസല്ല. മെക്സിക്കൻ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിലുള്ള മാറ്റമാണ് അവിടെ അതുമൂലം വരുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ കാനഡയായിട്ടുള്ള എഗ്രിമെൻറ്റ്സിലുണ്ടായ മാറ്റങ്ങൾ ഗവൺമെൻറ് വിചാരിച്ചാൽ മാത്രമേ ഈ പറഞ്ഞുള്ള കുടിയേറ്റക്കാരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കാര്യമാണ് പുള്ളി മെയിനായിട്ട് പറയുന്നത്. ഇല്ലീഗൽ ഇമിഗ്രൻസ് സ്റ്റോപ്പ് ചെയ്യും, ഇല്ലീഗൽ ഇമിഗ്രൻസിന് വരുന്നവർക്ക് ഡിപ്പോർട്ട് ചെയ്യും, മാസ് ഡിറ്റൻഷൻ സെൻ്ററൊക്കെ തുടങ്ങും. ടെക്സാസിൽ ഇതിനായിട്ട് 1000കണക്കിന് ഏക്കറുള്ള ഒരു ഡിറ്റൻഷൻ സെൻ്റർ തുടങ്ങാനായിട്ട് ഓൾറെഡി പ്ലോട്ട് അക്യൂർ ചെയ്തെന്നാണ് വരുന്ന കരക്കമ്പി. അവിടെ ആൾക്കാരെ പാർപ്പിച്ചിട്ട് ബാച്ചായിട്ട് ഡിറ്റെയിൻ ചെയ്യുമെന്നാണ്, ഡിപ്പോർട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്നൊരു ശ്രുതി. പിന്നെ പുള്ളി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യം പറയുന്നുണ്ട്. ഹോസ്റ്റേജ്, ഇസ്രയേലിലെ പാലസ്തീൻ ആക്രമണം, അല്ലെ പാലസ്തീനുണ്ടായ നാശമൊന്നും പുള്ളി പറയുന്നില്ല. പക്ഷേ ഇസ്രയേലിനെ മാത്രം എംഫസൈസ് ചെയ്യുന്നു, പ്യുവർ അമേരിക്കൻ വേ. പിന്നെ വാക്സിൻസ് ആൻഡ് ഓട്ടിസം, ഈ ഓട്ടിസം ഉണ്ടാകാൻ കാരണമായിട്ടുള്ള വാക്സിൻ കാരണമാണ് പുള്ളി പറയുന്നത്. അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവുമെന്ന് പുള്ളി പറയുന്നു. ഡ്രഗ് കോസ്റ്റ്,
മരുന്നുകളുടെ ചിലവ് കുറയ്ക്കാനായിട്ട് മിഡിൽ മാൻ, അതായത് മാനുഫാക്ചറിങ്സിനും ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിൽ നടക്കിയിരിക്കുന്ന മിഡിൽ മാൻ ആരൊക്കെയാണോ അവരെ ഒഴിവാക്കി ഡയറക്റ്റ് സെല്ലിങ്ങിനുള്ള അവസരം ഉണ്ടാക്കുമെന്ന് പുള്ളി പറയുന്നു. പിന്നെ നെതന്യാഹുവായിട്ട് സംസാരിച്ച കാര്യം പറയുന്നു. ടിക്ടോക്കിൻ്റെ ഇമ്പോർട്ടൻസ്, ടിക്ടോക്ക് പുള്ളിയുടെ പ്രചാരത്തിൽ ഒരുപാട് സഹായിച്ചു എന്ന് പറയുന്നു. ടിക്ടോക്കിൻ്റെ ബാൻ റിവോക്ക് ചെയ്യാനുള്ള അതിനെക്കുറിച്ച് പരിശോധിക്കുമെന്ന് പുള്ളി പറയുന്നു. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പുള്ളി മെയിനായിട്ട് പറയുന്നത്. സ്കൂളിലെ വാക്സിൻ മാൻഡേറ്റുകളെ കുറിച്ച് പറയുന്നു. പിന്നെ ഇതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഈ ഫസ്റ്റ് പ്രസ് മീറ്റിൽ തന്നെ പുള്ളി ഇമിഗ്രേഷനെ കുറിച്ചും നമ്മളുടെ പിന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞിരിക്കുന്നത്. പുള്ളിയുടെ പ്രൈമറി ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആ വാൾ റീകൺസ്ട്രക്ഷനാണ്. മിച്ചം ഉണ്ടാകുന്ന 200-2000 കിലോമീറ്റർ 500 കിലോമീറ്റർ കൊണ്ട് ഇനിയും വാൾ കൺസ്ട്രക്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. സോ ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ പുള്ളി കുറ്റപ്പെടുത്തുന്നു. അവർ പാട്ട വിലയ്ക്ക് ഈ വാളിൻ്റെ റോ മെറ്റീരിയൽസ് തൂക്കി കൊടുക്കുന്നതിനെ കുറ്റപ്പെടുത്തുന്നു. ഇപ്പം ആത്യന്തികമായിട്ട് പറഞ്ഞാൽ ട്രംപ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ട്രംപ് അല്ല ഇനിയിപ്പോൾ ആര് വന്ന് പറഞ്ഞാൽ US-ൻ്റെ ഒരു ഇമിഗ്രേഷൻ പോളികളിലെ കാതലായ ഒരു റിഫോംസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഇറ്റ് ഈസ് വെരി വെൽ കണക്റ്റഡ് ടു ദ പൊളിറ്റിക്സ്, ബ്യൂറോക്രസി ആൻഡ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്, മാൻ പവർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അമേരിക്ക ചലിക്കില്ല. അമേരിക്കയ്ക്ക് ശ്വസിക്കണമെങ്കിൽ ഈ ഇമിഗ്രൻസ് കൂടിയേ തീരൂ. പാത്രം കഴുകാനും ഹോട്ടൽ ക്ലീൻ ചെയ്യാനും പെട്രോൾ പമ്പിൽ നിൽക്കാനും തറ തുടയ്ക്കാനും വീട് ക്ലീൻ ചെയ്യാനും പ്രായമായവരെ നോക്കാനും അമേരിക്കക്കാർക്ക് ടൈമില്ല. ആ ടൈം പ്രൊവൈഡ് ചെയ്യുന്നത്, ആ മാൻ പവർ എഫേർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇമിഗ്രൻസും ഈ പറഞ്ഞ പോലെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഒക്കെയാണ്. സോ പ്യുവർ ആയിട്ടുള്ള ഒരു ഇല്ലീഗൽ ഇമിഗ്രേഷൻ സ്റ്റോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിർത്തലാക്കൽ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പോകുന്നതിന് മുമ്പ് ഒരുപാട് പണിയും കൊടുത്തുകൊണ്ടിരിക്കുന്നു. മതിലുകൾ കെട്ടാനായിട്ടുള്ള റോ മെറ്റീരിയൽസ് തൂക്കി വയ്ക്കുന്നു. അതല്ലാതെ 10,000-കണക്കിന് ബ്യൂറോക്രാറ്റ്സ്, അതായത് ഒഫീഷ്യൽസിന് വർക്ക് ഫ്രം ഹോം കൊടുത്തിരിക്കുകയാണ് ട്രംപ്. അതിന് ഓർഡർ സൈൻ ചെയ്തിരിക്കുന്നു. ബൈഡൻ ഇനി ട്രംപ് വന്നതിന് ശേഷം ഏതെങ്കിലും ഫെഡറൽ കോർട്ടിൽ പോയി അതിനെ ചലഞ്ച് ചെയ്ത് അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഡിക്റ്റ് മേടിച്ചാൽ മാത്രമേ ട്രംപിന് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തണമെങ്കിൽ ഓഫീഷ്യൽസിൻ്റെ സപ്പോർട്ട് കൂടിയേ തീരൂ. നല്ല രീതിയിലുള്ള ഒരു ഒഫീഷ്യൽ ബാക്ക് ബോൺ ട്രംപിന് ആവശ്യമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇത്രയും ഗ്രൂപ്പ് ലാർജ് നമ്പർ 10,000-കണക്കിന് ഒഫീഷ്യൽസിന് വർക്ക് ഫ്രം ഹോം കൊടുത്ത് വീട്ടിലേക്ക് വിട്ടിരിക്കുകയാണ്. അതിനി ട്രംപ് വന്നിട്ട് ഏതെങ്കിലും ഫെഡറൽ കോർട്ടിൽ ചാലഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ട്രംപിൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികൾ അനവധിയാണ്, ഒരുപാട് പ്രതിസന്ധികളാണ്. ഒന്നാമത് ഇപ്പോൾ ജനുവരി 20 വരെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതിനെയൊക്കെ ട്രംപ് ഫസ്റ്റ് ഓവർകം ചെയ്യണം. എന്നാൽ മാത്രമേ ട്രംപിന് എന്തെങ്കിലും നീക്കങ്ങൾ ഇമിഗ്രേഷൻ സ്റ്റാൻഡ് പോയിന്റ് നടത്താൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ വർക്ക് പെർമിറ്റുകൾ, H-1B വിസകൾ, അങ്ങനെയുള്ള J-1 വിസകൾ, സ്റ്റഡി വിസയിൽ വന്ന OPT, CPT, പിന്നെ ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ്, കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ പൗരത്വം കൊടുക്കുന്ന പരിപാടി, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ട്രംപിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും കേട്ടോ. അതിനൊന്നും വേറെ പോളിസി ചേഞ്ച് ഒന്നും ആവശ്യമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പ്രസിഡൻഷ്യൽ ഓർഡറിൽ ട്രംപിൻ്റെ എല്ലാം നടപ്പാക്കാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ട്രംപിൻ്റെ ആദ്യത്തെ പ്രസ് മീറ്റിൽ ട്രംപ് എംഫസൈസ് ചെയ്ത് എക്കണോമിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്നാണ്. കാരണം കൺട്രിയിൽ ലാഭം ഉണ്ടാക്കാനും ടാക്സ് കട്ട് ചെയ്യാനും കൺട്രിയിൽ ഇന്നോവേഷൻ കൊണ്ടുവരാനും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ഒരു ഔട്ട്ലൈനാണ് ട്രംപ് ആദ്യത്തെ പ്രസ് മീറ്റിൽ കൊടുത്തത്. അൺനെസസറി ആയിട്ടുള്ള സ്പെൻഡിങ്സ് കുറയ്ക്കുക, അതും ഒരു ഉദ്ദേശമാണ്. പക്ഷേ ഇമിഗ്രേഷനെ കുറിച്ച് കാതലായ മാറ്റത്തെക്കുറിച്ച് പുള്ളി പറയുമ്പോൾ ഒറ്റ കാര്യം മാത്രമാണ് പുള്ളി പറയുന്നത്. അതായത് ഈ മെക്സിക്കൻ ബോർഡറിലുള്ള വലിയ ഭീമാകാരമായ വാൾ, അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള പ്ലാൻ. പക്ഷേ ആ പ്ലാൻ ആദ്യത്തെ ടൈമിലെ പോലെ തന്നെ വമ്പൻ വിഡിത്തമായിട്ട് ഭവിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇല്ലീഗൽ ഇമിഗ്രേഷനിൽ അമേരിക്കയിൽ കാതലായ മാറ്റമൊന്നും ഉണ്ടാകാൻ പോടില്ല. കടൽ ഒരു കായലായിട്ട് ചുരുങ്ങും എന്നേ പറയാനുള്ളൂ. കടലായിട്ട് വന്നത് കായലായിട്ട് ചുരുങ്ങും, ചെറുതല്ല. പക്ഷേ എന്നാൽ പോലും ഇല്ലീഗൽ ഇമിഗ്രേഷൻ സംഭവിക്കും. അത് നടന്നുകൊണ്ടേയിരിക്കും. ട്രംപ് എന്നല്ല, ഇനി ആര് വന്നാലും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് അവസാനമായിട്ട് ഒന്നുകൂടെ പറയട്ടെ, ഇതുവരെ B1 B2 വിസ എന്ന് പറഞ്ഞ കാര്യത്തിൽ ട്രംപ് ഫസ്റ്റ് ടൈമിലും ടച്ച് ചെയ്യുന്നില്ല, ഇപ്പോൾ വന്നപ്പോഴും ഫസ്റ്റ് പ്രസ് മീറ്റിലും പറയുന്നില്ല. സോ B1 B2 വിസ ആപ്ലിക്കൻസ് ആർ സേഫ്. ബട്ട് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നന്നായിട്ട് വേണം. കാരണം ഇൻ്റർവ്യൂ ടഫ് ആകാൻ സാധ്യതയുണ്ട്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ മേ ബി സ്ട്രിക്റ്റർ ആയിരിക്കാം ആഫ്റ്റർ ജനുവരി 20. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ട്രംപിൻ്റെ ആദ്യത്തെ പ്രസ് മീറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചിയേഴ്സ് ഗൈസ്, ബൈ ബൈ.